ടാലൻറ്റിൻ്റെ ലൈവ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ആദ്യമായി ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 2 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ 2 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. മുൻഭാഗത്ത് വളരെ കുറച്ചേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് +1 ബോട്ടണിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ മുൻ ക്ലാസ്സുകൾ പഠിച്ച കാര്യത്തെക്കുറിച്ച് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് സമ്മറിയായി പറഞ്ഞു തരുന്നു. നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്ത്? മലയാളം വർഗീകരണം. ബയോളജി ക്ലാസിഫിക്കേഷൻ മീൻസ് ജൈവ വർഗീകരണം. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്ലാസിഫിക്കേഷൻ? ഓർഗാനിസം ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻടു ഡിഫറെന്റ് കാറ്റഗറീസ് based on easily observable characters. നമുക്ക് കാണാൻ കഴിയുന്ന സ്വഭാവത്തിൻ്റെ അടിസ്ഥാനമാക്കി ജന്തുജാലങ്ങളെ പല ഗണങ്ങളായി പല ഗ്രൂപ്പുകളായി വർഗീകരിക്കുന്നതിനെയാണ് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അഥവാ ജൈവ വർഗീകരണം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്കതൊന്നും ചോദിക്കത്തില്ല. ജൈവ വർഗീകരണത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അത് അരിസ്റ്റോട്ടിലിൻ്റെ കാലം മുതൽ ആരംഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അരിസ്റ്റോട്ടിൽ ആര് എന്ന് ചോദിച്ചാൽ ഫാദർ ഓഫ് ബയോളജി, ഫാദർ ഓഫ് സുവോളജി. അരിസ്റ്റോട്ടിൽ അനിമൽസിനെ, ജന്തുക്കളെ വിത്ത് റെഡ് ബ്ലഡ്, രക്തം ചുവന്ന രക്തമുള്ള ജന്തുക്കളെന്നും വിത്തൗട്ട് റെഡ് ബ്ലഡ് ചുവന്ന രക്തമില്ലാത്ത ജന്തുക്കളെന്നും, ഉദാഹരണം പാറ്റയൊക്കെ ചുവന്ന രക്തമില്ലാത്ത, ഈച്ച, നമ്മൾ പട്ടി പൂച്ചയൊക്കെ ചുവന്ന രക്തമുള്ള, ഇങ്ങനെ 2 വിഭാഗമായി മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലം മുതൽക്കുള്ള ഹിസ്റ്ററിയാണ് നമ്മൾ പരിശോധിച്ചത്. ഇവിടെ നമ്മൾ ആ അരിസ്റ്റോട്ടിൻ്റെ കാലത്തിന് ശേഷം 1700-കളായപ്പോൾ കരോളസ് ലിനേസ് ഓർ കാൾ ലിനേസ്, ഫാദർ ഓഫ് ടാക്സോണമി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ. ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, നാമനിർദ്ദേശ പദ്ധതിയുടെ പിതാവായ കരോളസ് ലിനേസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് ജന്തുക്കളെ, ലിവിങ് ഓർഗാനിസം, ജന്തുക്കളെയല്ല ജീവജാലങ്ങളെ, ലിവിങ് ഓർഗാനിസങ്ങളെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കിങ്ഡം പ്ലാന്റ്, കിങ്ഡം സസ്യങ്ങൾ, കിങ്ഡം അനിമേലിയ, കിങ്ഡം ജന്തുക്കൾ. ഇങ്ങനെ 2 കിങ്ഡമുള്ള ഈ വർഗീകരണത്തെ, ഈ ക്ലാസിഫിക്കേഷനെ നമ്മൾ ഏത് കാറ്റഗറി വെച്ചു? 2 കിങ്ഡം. ഇത് നമുക്ക് വളരെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ചില ജന്തുക്കൾ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ക്യാരക്ടർ കാണിക്കും. അവ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയില്ല. പ്രോകാരിയോട്ട്, യൂകാരിയോട്ട്. പ്രോകാരിയോട്ട് മീൻസ് ന്യൂക്ലിയസ് ഇല്ലാത്തത്, യൂകാരിയോട്ട് ന്യൂക്ലിയസ് ഉള്ളത് തമ്മിൽ മിക്സ് ചെയ്യുന്നു. ഇങ്ങനെ പലതുമാണ് കാരണങ്ങളാലും ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അംഗീകരിക്കുന്നില്ല. തുടർന്ന് 3 കിങ്ഡം വന്നു, 4 കിങ്ഡം വന്നു, പിന്നീട് ഏത് കിങ്ഡം വന്നു? ഇപ്പോൾ വന്നിരിക്കുന്നത് 5 കിങ്ഡം. അപ്പോൾ അതും കഴിഞ്ഞ് ഇപ്പോൾ 6 കിങ്ഡത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ അടുത്ത വർഷമുള്ള കുട്ടികളൊക്കെ 6 കിങ്ഡം ആയിരിക്കും പഠിക്കണം. പക്ഷേ നിങ്ങൾക്ക് ഈ സിലബസ് ചെയ്യാത്ത ഈ വർഷം ഏത് പഠിക്കുന്നു? 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് ടെക്സ്റ്റിലുള്ളത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് അതിൻ്റെ പ്രൊപ്പോണൻസ്? ആരാണ് അതിൻ്റെ ഉപജ്ഞാതാവ്? ആരാണത് പറഞ്ഞത്? RH വിറ്റാർ 1969. അദ്ദേഹം പ്രധാനമായും 3 അടിസ്ഥാനം, ബേസിസിൻ്റെ അടിസ്ഥാനമാക്കി. ഒന്ന് സെൽ സ്ട്രക്ചർ, പ്രോകാരിയോട്ടാണോ യൂകാരിയോട്ടാണോ എന്നതിനെ അടിസ്ഥാനമാക്കി. അടുത്ത ബോഡി ഓഫ് ആൻ ഓർഗാനിസം, ഒരു ജീവിയുടെ ഘടന, ശരീരഘടനയുടെ അടിസ്ഥാനമാക്കി. യൂണിസെല്ലുലാർ ആണോ, ഏകകോശിയാണോ, മൾട്ടി സെല്ലുലാർ ബഹുകോശിയാണോ എന്നതിനെ അടിസ്ഥാനമാക്കി.
and functions to transport proteins പോഷണ throughout രീതി the എങ്ങനെ cells. ആഹാരം സമ്പാദിക്കുന്നു, ഓട്ടോട്രോപ്പാണോ ഹെട്രോട്രോപ്പാണോ എന്നിവയുടെ അടിസ്ഥാനമാക്കി ലിവിംഗ് ഓർഗാനിസത്തിനെ 5 കിങ്ഡങ്ങളാക്കി മാറ്റി. അതിൽ ഒന്നാമത്തെ കിങ്ഡത്തിന്റെ പേരെന്താണ്? കിങ്ഡം മൊണിറ. രണ്ടാമത്തെ കിങ്ഡം ഏതാണ്? കിങ്ഡം പ്രോട്ടിസ്റ്റ. മൂന്നാമത്തെ കിങ്ഡം ഏതാണ്? കിങ്ഡം ഫഞ്ചൈ. നാലാമത്തെ കിങ്ഡം ഏതാണ്? കിങ്ഡം പ്ലാന്റ്. അഞ്ചാമത്തെ കിങ്ഡം ഏതാണ്? അനിമേലിയ. ഓക്കെ, അപ്പൊ 5 കിങ്ഡം ഏതൊക്കെയാണ്? മൊണിറ, പ്രോട്ടിസ്റ്റ, അടുത്തതാണ് ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ഏതൊക്കെയാണ്? നമ്മൾ 2 കിങ്ഡം നേരത്തെ ഉണ്ട്, 3 കിങ്ഡം കൂടെ ആഡ് ചെയ്തു. ഏതൊക്കെയാണ്? മൊണിറ എന്ന് പറയുന്ന കിങ്ഡം, പ്രോട്ടിസ്റ്റ എന്നൊരു കിങ്ഡം, ഫഞ്ചൈ എന്നൊരു കിങ്ഡം കൂടെ ആഡ് ചെയ്തു. അങ്ങനെ മൊത്തം എത്ര കിങ്ഡം മാറ്റിയുടെ? 5 കിങ്ഡം ആക്കി മാറി. ഇതിൽ ഒന്നാമത്തെ കിങ്ഡത്തിന്റെ പ്രത്യേകത ഒരേ ഒരു പ്രോകാരിയോട്ടാണ്. ബാക്കിയുള്ള എല്ലാം യൂകാരിയോട്ടാണ്. നോക്കിയാണ്, ബാക്കിയുള്ള എല്ലാം യൂകാരിയോട്ടാണ്. ഒരേ ഒരു പ്രോകാരിയോട്ടിക് കിങ്ഡം. പ്രോകാരിയോട്ട് മീൻസ് ന്യൂക്ലിയസ് ഇല്ലാത്ത, മലയാളത്തിൽ മർമ്മരഹിത ജീവി ആണ് മൊണിറ. ഏറ്റവും പ്രിമിറ്റീവ്, ഏറ്റവും താഴ്ന്ന തരം കിങ്ഡം. ഇനി അതിന്റെ ബോഡി എടുത്ത് നോക്കാം. യൂണിസെല്ലുലാർ. നോക്കുക, താഴെ യൂണിസെല്ലുലാർ. അപ്പൊ ഏകകോശിയായിട്ടുള്ള 2 കിങ്ഡമാണ് ഉള്ളത്. ഒന്ന് മൊണിറയും ഒന്ന് പ്രോട്ടിസ്റ്റയും. മൊണിറ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ പ്രോകാരിയോട്ട് ആണെങ്കിൽ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ യൂകാരിയോട്ടാണ്. ഉദാഹരണം, കിങ്ഡം മൊണിറ ബാക്ടീരിയ. ഇതിനകത്ത് അമീബ വരുന്നു. ബാക്ടീരിയക്കകത്ത് രണ്ടും, ബാക്ടീരിയയും അമീബയും ഏകകോശിയാണ്. ബാക്ടീരിയ ന്യൂക്ലിയസ് ഇല്ലാത്ത, എന്നാൽ അമീബ പാരമേസിക് ആണെങ്കിലോ യൂകാരിയോട്ട്. ബാക്ടീരിയ അതിനകത്ത് വരുന്നു മൊണിറ. അടുത്ത പാരമേസിയം അമീബ അതിനകത്ത് വരും പ്രോട്ടിസ്റ്റ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി കിങ്ഡം മൊണിറയുടെ പ്രത്യേകത എല്ലാ തരം ന്യൂട്രീഷനും ഉണ്ട്. ഓട്ടോട്രോപ്സ് ഉണ്ടായിരിക്കും, ഹെട്രോട്രോപ്സ് ഉണ്ടായിരിക്കും. ഓട്ടോട്രോപ്പ് മീൻ സ്വന്തമായി ആഹാരം ഉണ്ടാക്കുന്ന, അതായത് ഫോട്ടോസിന്തറ്റിക്കോ ഹീമോസിന്തറ്റിക്കോ ആയിരിക്കും. പ്രകാശ സംശ്ലേഷണമോ രാസസംശ്ലേഷണമോ വഴി സ്വന്തമായി ആഹാരം പ്രിപ്പയർ ചെയ്യാം. ഓർ ഹെട്രോട്രോപ്പ്. ഹെട്രോട്രോപ്പ് മീൻസ് പരപോഷി, ആഹാരത്തിന് മറ്റുള്ളവയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിന് 2 തരമുണ്ട്. പാരസൈറ്റ്, പരാതജീവനം, മറ്റുള്ളവയെ ആശ്രയിക്കുന്നു. കൂടാതെ സാപ്രോഫൈറ്റ് ഉണ്ട്. സാപ്രോഫൈറ്റ് മീൻസ് ജീവൻ ഇല്ലാത്തവയെ ആശ്രയിക്കുന്നു. ഓക്കെ, എല്ലാ തരവും ഇതിനകത്തുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൊണിറ ആൻഡ് പ്രോട്ടിസ്റ്റ? Monera are the unicellular prokaryote with all type of nutrition. Kingdom Protista is the unicellular eukaryote with all type of nutrition. ഇതിനകത്ത് ഉദാഹരണം ഞാൻ പറഞ്ഞു ബാക്ടീരിയ. ഇതിനകത്ത് ഉദാഹരണം ഏതാണ്? അമീബ, പാരമേസിയ ഒക്കെ അതിനകത്ത് വരുന്നത്. ഇനി അടുത്ത കിങ്ഡം നമ്മൾ പറഞ്ഞു ഫഞ്ചൈ. ഫംഗസ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം, വെള്ള നിറത്തോടു കൂടിയ ജീവികൾ. ഉദാഹരണം കൂണുകളെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. നമ്മളെടുത്ത് നോക്കിയാൽ അവ മൾട്ടി സെല്ലുലാർ ആണ്, ന്യൂക്ലിയസ് ഉള്ളതാണ്. പക്ഷേ അവയുടെ പ്രത്യേകത എപ്പോഴും ഹെട്രോട്രോപ്പ് ആയിരിക്കും. എന്താണ് ഹെട്രോട്രോപ്പ്? ആഹാരത്തിന് വേണ്ടി, വെള്ള നിറമായിട്ട് ആഹാരത്തിന് വേണ്ടി അവ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവയെ ആശ്രയിക്കുന്നു. ജീവനുള്ളവയും ജീവനില്ലാത്തവയെ ആശ്രയിക്കുന്നു. അപ്പോൾ അവ സാപ്രോഫൈറ്റോ പാരസൈറ്റോ ആയിരിക്കാം. ഫഞ്ചൈ, പാരസൈറ്റിക് ഫംഗസ് ഉണ്ട്, സാപ്രോഫൈറ്റിക് ഫംഗസ് ഉണ്ട്. അതുകൊണ്ട് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേര് ഹെട്രോട്രോപിക് ഫഞ്ചൈ, പരപോഷികളാണ്. അടുത്ത നാലാമത്തെ കിങ്ഡം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കിങ്ഡം പ്ലാന്റ്, മൾട്ടി സെല്ലുലാർ, യൂകാരിയോട്ട്, ഓട്ടോട്രോപ്പ്. ഒരേ ഒരു ഓട്ടോട്രോപിക് കിങ്ഡം, ഒരേ ഒരു സ്വന്തം ആഹാരമാണ്. അതാണ് പ്ലാന്റ്. ഏതിലൂടെയാണ് ആഹാരം ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ്. ഏതിലൂടെയാണ്? ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിയുന്ന ഒരേ ഒരു കിങ്ഡം. അവയെല്ലാം ഓട്ടോട്രോപ്പാണ്. ഓട്ടോ മീൻസ് സ്വയം, ട്രോപ്പ് മീൻസ് പോഷണം, സ്വന്തമായി ആഹാരം സമ്പാദിക്കുന്നവർ. ബൈ മീൻസ് ഓഫ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. ലാസ്റ്റ് മോസ്റ്റ് അഡ്വാൻസ് കിങ്ഡം ഇസ് അനിമേലിയ. ദേ ആർ ഹോളോസോയിക്, അതായത് മൾട്ടി സെല്ലുലാർ ആണ്, യൂകാരിയോട്ടാണ്, ഹോളോസോയിക് ഓർ ഇഞ്ചക്ഷൻ. ആഹാരം ചവച്ചരച്ച് കഴിക്കുന്ന,
ഒരു ട്യൂബിൻ്റെ ഇതിലൂടെ മറ്റു ട്യൂബിലൂടെ പുറത്തു പോകുന്ന അതുവഴി ആഹാരം സ്വീകരിക്കുന്ന ഓർഗാനിസം ടൈപ്പാണ് എന്ന് വിളിക്കുന്നത് അനിമേലിയ. അപ്പോൾ ഈ 5 കിണ്ണത്തെ കഴിച്ച് മുൻ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജസ്റ്റ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ 5 കിങ്ഡം ഏതൊക്കെയാണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മറക്കരുത്. മൊണേറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഒരേ ഒരു പ്രോകാരിയോട്ടിക് കിങ്ഡം മൊണേറ, യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് കിങ്ഡം പ്രോട്ടിസ്റ്റ, ഒരേ ഒരു ഹെട്രോട്രോപിക് കിങ്ഡം ഫഞ്ചൈ, ഒരേ ഒരു ഓട്ടോട്രോപിക് കിങ്ഡം പ്ലാന്റ്, ഒരേ ഒരു ഹോളോസോയിക് ഓർഗാനിസം മോഡൽ ന്യൂട്രീഷൻ ഉള്ള ഓർഗാനിസംസ് ഉള്ള ഏതാണ്? അനിമേലിയ. ഇത്രയും ഡൗട്ട് ഉണ്ടാകുന്ന നോക്കണം. ഡൗട്ട് ഇത് മുൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്ലിയർ ചെയ്യണം. ഡൗട്ട് എനി ഡൗട്ട് ഇല്ലാത്തവർ പറയാം. ഞാൻ ബോർഡ് ക്ലിയർ ആക്കണം. ബോർഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. കേട്ട് മടുക്കണം. ഇത് ഏത് അർദ്ധരാത്രിയിൽ വിളിച്ച് ചോദിച്ചാൽ ഇത് പറയണം. Endoplasmic reticulum forms an interconnected network of tubules and vesicles and functions to transport proteins throughout the cell. ഓക്കെ, എഴുതിയെടുത്തോണം. ഇത് പോയിന്റ്സ് മാത്രമാണ്. ഓക്കെ. The purpose of Golgi apparatus is to transport secretory vesicles and form lysosomes. Lysosomes are the suicidal bags of the cell. They contain digestive enzymes and perform intracellular digestion. Another type of eukaryotic cell is the plant cell. Both the types of cells are very similar, but there are 3 നമുക്ക് അടുത്ത പഠിക്കാനുള്ള ആദ്യത്തെ കിങ്ഡത്തിനെ കുറിച്ചാണ് പഠിക്കുകയാണ്. ഫസ്റ്റ് കിങ്ഡത്തിനെ കുറിച്ച് പഠിക്കുകയാണ്. ഒന്നാമത്തെ കിങ്ഡം. കിങ്ഡത്തിന്റെ പേരെന്താണ്? മൊണേറ. കിങ്ഡം മൊണേറ. കിങ്ഡം മൊണേറയുടെ പ്രത്യേകത എന്താണ്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. They are unicellular. മലയാളത്തിൽ ഏകകോശ ജീവി. രണ്ടാമത്തെ പ്രത്യേകത മൊണേറ ആർ പ്രോകാരിയോട്ട്, ന്യൂക്ലിയസ് ഇല്ലാത്തത്. മൂന്നാമത്തെ പോയിന്റ് they show all type of nutrition. ഓട്ടോട്രോപ്സ് ഉണ്ട്, ഹെട്രോട്രോപ്സ് ഉണ്ട്. ഇതിനകത്ത് വരണ മെമ്പേഴ്സുകൾ ആരൊക്കെ? നമ്മൾ ആദ്യമേ പറഞ്ഞു. ഒന്ന് ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. എഴുതിയെടുത്തോണം അല്ലേ? ആരൊക്കെയാണ് കിങ്ഡം മൊണറയിൽ വരുന്ന മെമ്പേഴ്സ്? കിങ്ഡം മൊണറയിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ വിട്ടുപോയി. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഒരേ ഒരു ഡീമെറിറ്റ് എന്തെന്ന് ചോദിച്ചാൽ, സെല്ലില്ലാത്ത ജീവികളായ വൈറസിനെയും വൈറോയിഡിനെയും അതുപോലെ തന്നെ പ്രിയോൺസ് തുടങ്ങിയ ജീവികളെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയില്ല. അത് ഓർത്തോണേ നിങ്ങൾ, മെമ്മറി ഇട്ട്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഒരേ ഒരു ഡീമെറിറ്റ് എന്താണ്? ഇതിനകത്ത് എല്ലാം ബോഡി ഉള്ളതല്ലേ, ബോഡി ഇല്ലാത്ത ജീവികളാണ് വൈറസ്. സെൽ ഘടനയില്ല. വൈറസ്, വൈറോയിഡ്, ലൈക്കൻസ്, ഇതിനെ പ്രയോൺസ് തുടങ്ങിയ ജീവികളെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ബിക്കോസ് ദേ ആർ എസെല്ലുലാർ. എ മീൻസ് സെൽ ഇല്ലാത്തത്, കോശരഹിത ജീവികളാണെന്നുള്ള കാര്യം മെമ്മറൈസ് ചെയ്തോണം. ഓക്കെ. ഇനി നമ്മൾ കിങ്ഡം മൊണറയെ കുറിച്ചാണ് ആദ്യം പഠിക്കാൻ പോണത്. കിങ്ഡം മൊണറയിൽ വരുന്ന മെമ്പേഴ്സ് ആരൊക്കെ? വാട്ട് ആർ ദി പെക്യൂലിയാരിറ്റീസ് ഓഫ് കിങ്ഡം മൊണറ? കിങ്ഡം മൊണറ ആർ unicellular prokaryotes with all type of nutrition. അടുത്ത ക്വസ്റ്റ്യൻ. കിങ്ഡം മൊണറയിൽ വരുന്ന ജീവികൾ ആരൊക്കെ? 4 പേർ. കിങ്ഡം മൊണറയിൽ എത്ര പേർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? 4 പേർ. ആരൊക്കെയാണ്? ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഏതൊക്കെയാണ്? ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഇതെല്ലാം ബഹുവചനങ്ങളാണ്. നമ്മൾ ആദ്യം ഏനെ കുറിച്ച് പഠിക്കാൻ പോവാണ്? കിങ്ഡം മൊണറയിലെ ഒന്നാമത്തെ മെമ്പറായ ആരെക്കുറിച്ച് പഠിക്കുകയാണ്? ആരെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്? ബാക്ടീരിയ. ബാക്ടീരിയ എന്ന് പറയുന്നത് പ്ലൂറലാണ്, ബഹുവചനം.
Finally, ഏകവചനം എന്ന് പറഞ്ഞതാണ് ബാക്ടീരിയം. molecules such as DNA. സിംഗുലാർ. Cells are classified into two types on the basis of their ബാക്ടീരിയം എന്ന് structure. പറയുന്നത് Prokaryotic കിങ്ഡം cells മൊണറയുടെ and eukaryotic സോൾ cells. ഓർഗാനിസമാണ്. Prokaryotic cells സോൾ are the മീൻസ് simpler ആത്മാവ്. forms of cells. കിങ്ഡം മൊണറയ്ക്ക് ബാക്ടീരിയ ഇല്ലാതെ ജീവിക്കാനില്ല. കാരണം ഏറ്റവും അബണ്ടന്റ് മൈക്രോ ഓർഗാനിസം ഇൻ ദ യൂണിവേഴ്സ് എന്ന് ചോദിച്ചാൽ പറയുന്നുള്ള ബാക്ടീരിയയാണ്. Other membrane ഈ bound യൂണിവേഴ്സില് ലോകത്തില് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ജീവി ഏതെന്ന് ചോദിച്ചാൽ, സൂക്ഷ്മജീവി ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ബാക്ടീരിയ. complex multicellular organisms. ബാക്ടീരിയ ബഹുവചനാണ് പറയുന്നത്. ബാക്ടീരിയ ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ആന്റൺ വാൻ ലിവൻഹുക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞു ആരാണ് കണ്ടെത്തിയത്? ആന്റൺ വാൻ ലിവൻഹുക്ക് ആണ് കണ്ടെത്തിയത്. And other membrane bound organisms. 1672 ഒരു ഡച്ച് തുണിക്കച്ചവടക്കാരനായ ആന്റൺ വാൻ ലിവൻഹുക്ക് തൻ്റെ ക്രൂഡ് മൈക്രോസ്കോപ്പിലൂടെ ജലത്തിൻ്റെ ഇത് സ്പേം എന്നിവയൊക്കെ എടുത്തു വെച്ച് നോക്കി അദ്ദേഹം ആദ്യമായിട്ട് ബാക്ടീരിയ കണ്ടെത്തി. അദ്ദേഹം ബാക്ടീരിയക്ക് വിളിച്ച പേര് അനിമൽ ക്യൂൾ എന്നാണ്. പിന്നീടാണ് ഇതിൽ ഏത് പേരിട്ടത്? ബാക്ടീരിയ എന്ന് പേരിട്ടത്. അദ്ദേഹം ബാക്ടീരിയയുടെ പടങ്ങളൊക്കെ 1672 വരച്ചിട്ടിട്ടുണ്ട്. അത് ആ ബുക്കിനെ വിളിക്കുന്ന പേര് മൈക്രോഗ്രാഫിയ. മൈക്രോസ്കോപ്പിലൂടെ ബാക്ടീരിയ പടങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട്. ആ ബുക്കിന്റെ പേരാണ് മൈക്രോഗ്രാഫിയ, റിട്ടൺ ബൈ ആന്റൺ വാൻ ലിവൻഹുക്ക്. ഫസ്റ്റ് ബാക്ടീരിയ ലിവിങ് സെൽ അഥവാ ബാക്ടീരിയ കണ്ടെത്തിയത് ആരാണ്? ലിവൻഹുക്കാണ്. ബാക്ടീരിയയെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേര് ബാക്ടീരിയോളജി എന്നാണ്. ബാക്ടീരിയ നമുക്ക് ഫൗണ്ട് എവരിവെയർ, സോയിൽ, എയർ, റോക്സ്, സ്നോ, മണ്ണില്, പാറയില്, വായുവില്, നമ്മുടെ വായില്, നമ്മുടെ ശരീരത്ത്, നമുക്ക് ചുറ്റുപാടും ഒക്കെ നമുക്ക് ആരെ കാണാൻ കഴിയും? ബാക്ടീരിയ കാണാൻ കഴിയും. നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. യു ക്യാൻ സീ ഓൺലി ത്രൂ മൈക്രോസ്കോപ്പ്. ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ബാക്ടീരിയ കാണണമെങ്കിൽ നിങ്ങൾ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് പല്ലിൻ്റെ ഇടയിൽ നിന്നും അല്പം അരിക്കെടുത്ത് ഒരു മൈക്രോസ്കോപ്പിൽ വെച്ച് ക്ലിയർ ചെയ്ത ശേഷം നിങ്ങൾ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ ബോധം കിട്ടും. യു ക്യാൻ സീ ടൺ കണക്കിന് കാണാൻ കഴിയും. അതുപോലെ തന്നെ തൈര്, കറണ്ടിൻ്റെ ഒരു ഡ്രോപ്പ് എടുത്ത് ഗ്ലാസ് ലൈഡിനെ പേസ്റ്റ് നോക്കുക. യു ക്യാൻ സീ ബാസിലസ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ക്യാൻ ബി സീ. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ബാക്ടീരിയ ഈസ് ദ സോൾ ഓഫ് കിങ്ഡം മൊണറ. എന്തുകൊണ്ട് ബാക്ടീരിയയെ മൊണറയിൽ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയും? ബാക്ടീരിയ ആർ യൂണിസെല്ലുലാർ പ്രോകാരിയോട്ട് വിത്ത് ഓൾ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ആണ്. ബാക്ടീരിയ എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ്. ഈ ബാക്ടീരിയ അവയുടെ ഷേപ്പ് ബേസ്ഡ് ഓൺ ഷേപ്പ്, ബേസ്ഡ് ഓൺ ഷേപ്പ്, ഇത് എഴുതിക്കോണം, വരച്ചെടുത്തോണം. ബേസ്ഡ് ഓൺ ഷേപ്പ് ബാക്ടീരിയ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു, ബാക്ടീരിയ നമ്മൾ 4 ക്ലാസ്സിൽ. ബേസ്ഡ് ഓൺ ഷേപ്പ്, ഷേപ്പ് മീൻസ് എന്തായിരിക്കും? ആകൃതി. ആകൃതിയുടെ അടിസ്ഥാനമാക്കി ബാക്ടീരിയയെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ബാക്ടീരിയ കണ്ടിരിക്കും. റൗണ്ട് ബാക്ടീരിയ, റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയ കണ്ടോ? ഇതാ ഷേപ്പാണ്, റൗണ്ട് ഷേപ്ഡ്. ഗോളാകൃതിയിലുള്ള, വൃത്താകൃതിയിലുള്ള ബാക്ടീരിയ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് യു ക്യാൻ സീ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. റോഡ് ഷേപ്ഡ്, മലയാളത്തിൽ പറഞ്ഞാൽ ദണ്ഡാകൃതിയിലുള്ള ബാക്ടീരിയ. ഇത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദ കോമ ഷേപ്ഡ് ബാക്ടീരിയ. ഇങ്ങനെയുള്ള കാണാൻ കഴിയും, കോമയുടെ ആകൃതിയിലുള്ളത്. അത് കഴിഞ്ഞ അടുത്തതാണ് സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ. ഇവിടെയൊക്കെ നമുക്ക് ഫ്ലജല്ല കാണാൻ കഴിയും.
and marked the genesis of an exciting era of cellular biology. ഇതെന്താണ്? സ്പ്രിംഗ് ഷേപ്ഡ് ബാക്ടീരിയ, സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ. Building block of all living organisms. ഇങ്ങനെ 4 ആകൃതിയിലുള്ള ബാക്ടീരിയ കാണാൻ കഴിയും. നമുക്ക് എത്ര ബാക്ടീരിയ കാണാൻ കഴിയും? 4 ആകൃതി. മനസ്സിലാവുന്നുണ്ടോ? ബാക്ടീരിയ. ഓക്കെ, വോയിസ് ക്ലിയർ അല്ല? So let's begin with whole organisms and go down to the molecular. ശ്രദ്ധിക്കുക, ബാക്ടീരിയയുടെ Are made up of the organ system. ഷേപ്പിനെ അടിസ്ഥാനമാക്കി, ആകൃതിയുടെ അടിസ്ഥാനമാക്കി Each of these organisms ബാക്ടീരിയ 4 ഉണ്ട്, 4 തരം. together in a coordinated Based on the shape, bacteria are of 4 types. small ഒന്നാമത്തത് റൗണ്ട് ഷേപ്ഡ്. റൗണ്ട് ഷേപ്പ് all മീൻസ് these organs are made up of tissue ഗോളാകൃതി അഥവാ റൗണ്ട് വൃത്താകൃതിയിലുള്ള ബാക്ടീരിയം. such as the epithelial tissue and the smooth muscle tissue. ഓഡിയോ ക്ലിയർ അല്ല, ശ്രദ്ധിക്കുക. Tissues are made up of cells and the cells are റൗണ്ട് small ഷേപ്ഡ് units of ബാക്ടീരിയം. ഓക്കെ, റൗണ്ട് അല്ലെങ്കിൽ ഗോളാകൃതിയിലുള്ള ബാക്ടീരിയ. molecules 2 റോഡ് ഷേപ്പ് ദണ്ഡാകൃതിയിലുള്ള ബാക്ടീരിയം. 3 കോമ ഷേപ്ഡ് ബാക്ടീരിയം, കോമയുടെ ആകൃതിയിലുള്ള ബാക്ടീരിയം. 4 സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയം. ഓക്കെ, ഇതിൽ റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയം നമ്മൾ ഈ സ്കാൾഡ് നമ്മൾ റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയ വിളിക്കുന്ന പേര് ഏകവചനം കോക്കസ്. other membrane bound organs. The DNA, which is usually a single circular molecule, floats inside ഏകവചനം അല്ലെ നമ്മൾ വിളിക്കുന്ന പേര് കോക്കസ്, ബഹുവചനം കോക്കൈ. make up complex multicellular organisms. കോക്കസ് ഏകവചനം, കോക്കൈ. റോഡ് ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കാൾഡ് ബാസിലസ്. They have a nucleus and other membrane bound organisms. ബാസിലസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് Are the foundation of all ബാക്ടീരിയയെ Let's അവയുടെ examine animals more closely. നമ്മൾ ഷേപ്പിനെ അടിസ്ഥാനമാക്കി ബാക്ടീരിയയെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഒന്നാമത്തെ ബാക്ടീരിയ ഈസ് കാൾഡ് കോക്കസ്, റൗണ്ട് ഷേപ്ഡ്, ബഹുവചനം കോക്കൈ. റോഡ് ഷേപ്ഡ് ബാക്ടീരിയ, ദണ്ഡാകൃതിയിലുള്ള ബാക്ടീരിയ വിളിക്കുന്ന പേര് ബാസിലസ്, ബഹുവചനം ബാസിലൈ. In the center of the cell lies the nucleus. കോമയുടെ ആകൃതിയിലുള്ള ബാക്ടീരിയ, അതിന് ഏകവചനം വിബ്രിയോ. Each and every metabolic activity വിബ്രിയം ഏകവചനം, is regulated by the nucleus. ബഹുവചനം വിബ്രിയോ. Contains the DNA in the form of chromatin at the nucleus. വിബ്രിയോ. ഇനി Cells contain a number of small ഇതെന്തായിരിക്കും? double membrane bound organisms. അടുത്ത ബാക്ടീരിയ കാർഡ് സ്പൈറിലം, They are the ഏകവചനം. powerhouses of the cell and carry out aerobic cellular respiration in rate ATP, ബഹുവചന which is the സ്പൈറില. energy currency of the cell. സ്പൈറില. Ribosomes are small globular bodies found in large numbers inside the cell. ഓക്കെ, They are known as the protein factories of the cells, but they carry out the synthesis of proteins inside the cell. വീണ്ടും ക്ലിയർ പറയാം. Ribosomes may be free attached to the ഓക്കെ, endoplasmic ബോർഡിലുള്ളത് reticulum. വരച്ചെടുക്കുക. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എനിക്കൂടെ പറയാം. Endoplasmic reticulum forms an interconnected network നമ്മൾ of tubules and vesicles and functions to ബാക്ടീരിയയുടെ transport proteins throughout the cell. ഷേപ്പിനെ അടിസ്ഥാനമാക്കി Bronchial apparatus ബാക്ടീരിയയെ is the system of membrane 4 sacs called ഡിവൈഡ് cystic. ചെയ്തിട്ടുണ്ട്. The purpose of Golgi apparatus is to transport ബാക്ടീരിയ secretory vesicles റൗണ്ട് and ഷേപ്പ് form ആണെങ്കിൽ lysosomes. അവയെ നമ്മൾ വിളിക്കുന്ന പേര് Lysosomes are കോക്കസ്, the precycle bags ബഹുവചനം കോക്കൈ. contain digestive enzymes. ബാക്ടീരിയ റോഡ് ഷേപ്പ് ആണെങ്കിൽ, ദണ്ഡാകൃതിയാണെങ്കിൽ Another type of eukaryotic cell is the അതിനെ plant വിളിക്കുന്നവര് ബാസിലസ്, cell. Both the types of cells are very ബഹുവചനം similar, ബാസിലൈ. but there are 3 distinct differences. ബാക്ടീരിയ Firstly, plant cells have a കോമയുടെ tough cell ആകൃതിയാണെങ്കിൽ around their cell membrane, അവയെ വിളിക്കുന്ന while animal ഏകവചനം cells lack വിബ്രിയം, a cell. ബഹുവചനം വിബ്രിയോ. Secondly, plant cells ബാക്ടീരിയ have a large central സ്പൈറൽ ഷേപ്ഡ് ആണെങ്കിൽ അവയെ ഏകവചനം സ്പൈറിലം, ബഹുവചനം സ്പൈറില. Brachioles are single membrane bound organisms which are required for the purpose of സ്പൈറിലം storage ഏകവചനം, and ബഹുവചനം waste accumulation. സ്പൈറില. അപ്പോ ബാക്ടീരിയയെ ഷേപ്പിന് അടിസ്ഥാനമാക്കി 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോക്കൈ,
ബാസിലൈ, വിബ്രിയോ, സ്പൈറില. ഏകവചനത്തിൽ പറഞ്ഞാൽ കോക്കസ്, ബാസിലസ്, വിബ്രിയം, സ്പൈറിലം. ഓക്കെ, പരീക്ഷയ്ക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് വണ്ണിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് പഠിക്കാതെ മുന്നോട്ട് പോകരുത്, പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഒരിക്കലും പറയണ, കിങ്ഡം മൊണറയിൽ വരുന്ന ജീവിയാണ് ബാക്ടീരിയ. അവ യൂണിസെല്ലുലാർ ആണ്, മൈക്രോസ്കോപ്പിക് ആണ്, സൂക്ഷ്മജീവിയാണ്. അവ എവിടെയും കാണാൻ കഴിയുന്നു. ഇറ്റ് ഈസ് ദ മോസ്റ്റ് അബണ്ടൻ്റ് ആണ്. അവയുടെ അത്ര ചെറുതായ ഏകകോശിയാണ്. അവയുടെ ഷേപ്പിനെ അടിസ്ഥാനമാക്കി based on shape, bacteria classified into 1 coccus, 2 bacillus, 3 vibrium, 4 spirilla. Okay, spiral shaped bacteria is called spirillum. Comma shaped bacteria is called vibrio. Rod shaped is called bacillus. Round shaped is called കോക്കസ്. ബഹുവചനം കോക്കൈ. നമ്മൾ ബാക്ടീരിയയുടെ പേര് പറയുമ്പോൾ ഇതിൻ്റെ ഷേപ്പും കൂടെ അടിസ്ഥാനമാക്കിയേ പറയാറുള്ളൂ. നമുക്കറിയാം ന്യൂമോണിയയ്ക്ക് കാരണമായ ബാക്ടീരിയ പേരെന്താണ്? നിമോകോക്കസ് അല്ലേ? നിമോകോക്കസ്. അടുത്ത ക്ഷയരോഗത്തിന് TB നമ്മൾ പഠിച്ചിട്ടില്ലേ? ട്യൂബർക്കുലസ് ബാസില്ലസ്. ബാസില്ലസ് എന്ന് പറയും. അടുത്ത കോളറയ്ക്കാരന് ഏതാണ്? വിബ്രിയോ കോളറ. അടുത്ത സ്പൈറോകീറ്റ്സിനാണ് സ്പൈറില. ഇങ്ങനെ എപ്പോഴും ഒരു ബാക്ടീരിയയുടെ പേര് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പും കൂടെ പറഞ്ഞാണ് സാധാരണ പോകുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് ഒരിക്കലും പറയണ, ബാക്ടീരിയ ഷേപ്പിൻ്റെ അടിസ്ഥാനമാക്കി ബാക്ടീരിയയെ ഷേപ്പിനെ അടിസ്ഥാനമാക്കി ബാക്ടീരിയയെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ഷേപ്പിനെ അടിസ്ഥാനമാക്കി ബാക്ടീരിയയെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബോർഡ് നോക്കിക്കോളുക. ഞാൻ ബോർഡിന് അങ്ങോട്ട് പോകുമ്പോഴാണ് ശബ്ദം ക്ലിയർ ആകാത്തത്. ഓക്കെ, ബാക്ടീരിയയെ ഷേപ്പിനെ അടിസ്ഥാനമാക്കി 4 വിഭജിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് കോക്കസ്, 2 ബാസില്ലസ്, 3 വിബ്രിയം, 4 സ്പൈറിലം. ഇത് ഏകവചനം. ബഹുവചനത്തിൽ പറഞ്ഞാൽ കോക്കൈ, ബാസിലൈ, വിബ്രിയോ, സ്പൈറില. അതിലാദ്യം സ്ഫെറിക്കൽ ബാക്ടീരിയ, ഈ റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയ is called coccus. Rod shaped bacterium is called bacilli. Comma shaped bacterium is called vibrio. And the spiral shaped bacterium is called spirilla. Okay, doubt ഉണ്ടോ നോക്കണം. ഒന്ന് എഴുതിയെടുക്കുക, വരച്ചെടുക്കുക. അവയുടെ DNA 2 മുറിഞ്ഞ് സെല്ല് 2 മുറിയുന്ന ഈ പ്രക്രിയയാണ് നമ്മൾ എന്തുപോലെ അറിയപ്പെടുന്നത്? ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. മലയാളം ദ്വിവിഭജനം. ഓരോ സെക്കൻഡിലും ഒരു ബാക്ടീരിയ 2 മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ദ കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ ഈസ് കാൾഡ് ഫിഷൻ ഓർ ബൈനറി ഫിഷൻ. ഇതുകൂടാതെ അൺഫേവറബിൾ കണ്ടീഷനിൽ നമ്മൾ നോക്കിയാൽ വേറൊരു മെത്തേഡാണ് എൻഡോസ്പോർ ഫോർമേഷൻ. അതായത് ബാക്ടീരിയയുടെ ഉള്ളിൽ ഇങ്ങനെ സ്പോർ ഉണ്ടായി വരും. ബാക്ടീരിയ ഉള്ളിലുണ്ടാകുന്ന സ്പോർ ആയതുകൊണ്ട് ഈ സ്പോറിനെ വിളിക്കുന്ന പേര് എൻഡോസ്പോർ. ഈ എൻഡോസ്പോർ കുറെ കഴിയുമ്പോൾ പൊട്ടുന്നു. ഈ സ്പോറിനെ പുറത്തേക്ക് വിടുന്നു. ഈ മെത്തേഡാണ് വേറൊരു മെത്തേഡ്. ഇത് കോമൺ അല്ല. ബാക്ടീരിയ കാണാൻ കഴിയുന്ന
കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് Endoplasmic ഫിഷൻ reticulum അഥവാ forms ബൈനറി an ഫിഷൻ മലയാളം interconnected network of ദ്വിവിഭജനം. tubules and vesicles ഒരു and ബാക്ടീരിയ functions to രണ്ടായി transport മുറിയുന്നു. proteins throughout the cells. അടുത്ത മെത്തേഡ് എന്ന് ചോദിച്ചാൽ എൻഡോസ്പോർ ഫോർമേഷൻ ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ, അതായത് ഡ്രൗട്ടോ എക്സ്ട്രീം ടെമ്പറേച്ചറൊക്കെ ഉള്ള സമയത്ത് ബാക്ടീരിയയുടെ ഉള്ളിൽ അതിൻ്റെ DNA ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ചേർന്നൊരു സ്പോറായി മാറി, രേണുക്കളായി. ലോകത്ത് ഏറ്റവും കട്ടിയുള്ള സ്പോർ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നതാണ് ഏതാണ്? ബാക്ടീരിയൽ സ്പോർ. ഇത് ചൂടുവെള്ളത്തിലിട്ടാലോ സൂര്യനിൽ കൊണ്ടിട്ടാലോ ആസിഡിലിട്ടാലോ നശിക്കില്ല. കാരണം ബാക്ടീരിയയുടെ സ്പോർ നിർമ്മിതമായിരിക്കുന്നത് കാൽഷ്യം ഡിപ്ലോ കോൾഗേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. കാൽസ്യം ഡിപ്ലോ കോൾഗേറ്റ്, അതുകൊണ്ടാണ് പല്ല് തേക്കുന്ന ആ കെമിക്കൽ നമ്മൾ കോൾഗേറ്റ് എന്ന് പേരിട്ടത്. അത്ര റെസിസ്റ്റന്റ് ആണ് ആരെ സ്പോർ എന്ന് പറയുന്നത്, ബാക്ടീരിയയുടെ സ്പോർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യുൽപാദനം നോക്കിയാൽ ബാക്ടീരിയയിൽ രണ്ട് തരം പ്രത്യുൽപാദനമാണ് ഉള്ളത്. ഒന്ന് ഫിഷൻ അഥവാ ബൈനറി ഫിഷനും മറ്റൊന്നത് എൻഡോസ്പോർ ഫോർമേഷനുമാണ്. ഓക്കെ, എൻഡോസ്പോർ ഈസ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് സ്പോർ പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദി ബാക്ടീരിയൽ സെൽ. സെല്ലിനകത്തുണ്ടാകുന്ന സ്പോർ ആയതുകൊണ്ടാണ് ആ സ്പോറിന് എൻഡോസ്പോർ എന്ന പേര് വരാൻ കാരണം. ഓക്കെ, ഏറ്റവും കട്ടിയുള്ള ലോകത്ത് റെസിസ്റ്റന്റ് സ്പോർ എന്ന് ചോദിച്ചാൽ ബാക്ടീരിയൽ എൻഡോസ്പോർ ആണ്. കാരണം അതിൻ്റെ സെൽവാൾ നിർമ്മിതമായിരിക്കുന്ന കാൽഷ്യം ഡിപ്ലോ കോൾഗേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. ഇത് മോർ റെസിസ്റ്റന്റ് ടു ആസിഡ്. നമ്മൾ സൂര്യനിൽ കൊണ്ടിട്ടാൽ പോലും ബാക്ടീരിയൽ സ്പോർ നശിക്കില്ല എന്നാണ് പറയുന്നത്. അത്ര ടെമ്പറേച്ചർ റെസിസ്റ്റന്റും ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കിയാൽ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ബാക്ടീരിയയെ ഷേപ്പിനെ അടിസ്ഥാനമാക്കി 4ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കാൾഡ് കോക്കൈ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കാൾഡ് ബാസിലൈ, കോമ ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കാൾഡ് വിബ്രിയോ, സ്പ്രിംഗ് ഷേപ്ഡ് അല്ലെങ്കിൽ സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കാൾഡ് സ്പൈറില. അതിനുശേഷം നമ്മൾ ഏത് പഠിച്ചു? ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ പഠിച്ചു. ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ രണ്ട് തരം. ഒന്ന് ഫിഷൻ അഥവാ ബൈനറി ഫിഷൻ, രണ്ട് എൻഡോസ്പോർ ഫോർമേഷൻ. നമ്മൾ നോക്കിയാൽ ഫിഷൻ മീൻസ് ബാക്ടീരിയ രണ്ടായി മുറിയുന്ന പ്രക്രിയയാണ് ഫിഷൻ അഥവാ ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. എൻഡോസ്പോർ ഫോർമേഷൻ റെയർ ആണ്. അൺഫേവറബിൾ കണ്ടീഷനിൽ ബാക്ടീരിയയുടെ ഉള്ളിലുണ്ടാവുന്ന പ്രത്യേകതരം സ്പോറാണ് എന്ന് പറയുന്നത് എൻഡോസ്പോർ. ഏത് സ്പോറാണ്? എൻഡോസ്പോർ. ഓക്കെ, ഡൗട്ടില്ലല്ലോ? എനി ഡൗട്ട്? ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത് ബാക്ടീരിയയുടെ അല്ലേ. ഇതുകൂടാതെ നമ്മൾ ചിലപ്പോൾ റീപ്രൊഡക്ഷൻ സമയത്ത് ഇതിനകത്ത് ഏതും കൂടെ കാണാൻ കഴിയും. ജനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ജനറ്റിക് റീകോമ്പിനേഷൻ മീൻസ് ഗ്യാമറ്റിൻ്റെ ട്രാൻസ്ഫർ നടക്കാതെ രണ്ട് ബാക്ടീരിയകൾ കൂടെ DNA തമ്മിൽ ചേരുന്നു. ആ മെത്തേഡ് ഉണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റിൽ അധികം പറഞ്ഞില്ല. ഓക്കെ, ഓക്കെ, ചാറ്റ് പിന്നീട് പറയാം ആൻസറുകൾ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എടുത്തിട്ട് അവസാനം ചാറ്റിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത ഇതിൻ്റെ ന്യൂട്രീഷനിലേക്ക് കടക്കുകയാണ്. ഇത് മായ്ക്കാമല്ലോ, ബോഡി ക്ലിയർ ചെയ്യാമല്ലോ. ഓക്കെ, ഇനി Prokaryotic cells are the simpler forms of cells which make up unicellular organisms like bacteria and cyanobacteria. Prokaryotic cells like membrane-bound ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ എടുക്കുകയാണ്. The DNA. Nutrition means പോഷണം. പോഷണ രീതി. Based on the nutrition, bacteria are of two types. ഒന്ന് ഓട്ടോട്രോപിക് ബാക്ടീരിയ. രണ്ട് ഹെറ്ററോട്രോപിക് ബാക്ടീരിയ. Animal cells are the foundation of all animals. Let's examine an animal cell more closely. ബാക്ടീരിയ
അവയുടെ പോഷണ രീതി അടിസ്ഥാനമാക്കി 2 തരം. ഒന്ന് ഓട്ടോട്രോപിക് ബാക്ടീരിയ ഉണ്ട്, അടുത്ത ഹെട്രോട്രോപിക് ബാക്ടീരിയ ഉണ്ട്. എന്താണ് ഓട്ടോട്രോപ് മീൻസ്? അല്ലെ, ഓട്ടോട്രോപ് മീൻസ് സ്വപോഷി, സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നവർ. ഇതെന്തായിരിക്കും? പരപോഷി, ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവയെ ആശ്രയിക്കുന്നവർ. ഇങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും, ഓട്ടോട്രോപ്സ് ആൻഡ് ഹെട്രോട്രോപ്സ്. ഓട്ടോട്രോപ്സ് മീൻസ് ഇവ 2 തരം. ഒന്ന് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. അടുത്തത് കീമോസിന്തറ്റിക് ബാക്ടീരിയ. കീമോസിന്തറ്റിക് ബാക്ടീരിയ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ബാക്ടീരിയ ഉണ്ട്. രാസപ്രക്രിയയിലൂടെ ഊർജമുണ്ടാക്കി സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നവയെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഹെട്രോട്രോപ്സ് തന്നെ 2 തരം. അവ ഒന്ന് സാപ്രോഫൈറ്റ്സ് ആയിരിക്കും. Endoplasmic reticulum forms an interconnected network of tubules and vesicles and functions to transport proteins throughout the cell. Depends upon dead ആയിട്ടുള്ളവയെ ആശ്രയിക്കുന്നു, മറ്റുള്ള ലിവിങ് ആയിട്ടുള്ളവയെ ആശ്രയിക്കുന്നു. Heterotrophs depends upon dead and decaying organic matter ആണെങ്കിൽ അതിനെ സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബാക്ടീരിയ സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. നമുക്കറിയാം, വീട്ടിൽ കാണാൻ കഴിയല്ലോ സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. ഡീകമ്പോസേഴ്സ്, മൃതശരീരങ്ങൾ ഡീകമ്പോസ് ചെയ്യാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഉണ്ട്. മൃതശരീരങ്ങൾ ചീഞ്ഞളിയുന്നതിന് വേണ്ടി ഈ ഡീകമ്പോസിങ് ബാക്ടീരിയ സഹായിക്കുന്നു. നമ്മുടെ വീട്ടിൽ പാല് കറണ്ടായി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മിൽക്ക് കൺവേർട്ട് ഇൻ ടു കറണ്ട് ബൈ സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. അതുകൂടാതെ തന്നെ പലതരം സിംബയോട്ടിക് ബാക്ടീരിയ ഉണ്ട്. ഈ ലെഗ്യൂമിനസ് പ്ലാന്റ് ഉണ്ട്, പയറ് ചെടികളുടെ റൂട്ടിനകത്ത് കാണപ്പെടുന്ന ലെഗ്യൂമിനസ് പ്ലാന്റിന്റെ റൂട്ട് നോഡിൽ കാണപ്പെടുന്ന ബാക്ടീരിയ, റൈസോബിയം പോലുള്ള ബാക്ടീരിയ. ഇതൊക്കെ വളരെ ഉപകാരപ്രദമുള്ള ബാക്ടീരിയകളാണ്. ഇതുകൂടാതെ പാരസൈറ്റ്സ് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്, മനുഷ്യനൊക്കെ പലതരം ഡിസീസുകൾ ഉണ്ടാക്കുന്ന. ഉദാഹരണം നമുക്കറിയാം, കോളറ, ടൈഫോയിഡ്, ന്യൂമോണിയ, TB. ഇതെല്ലാം പലതരത്തിലുള്ള ഡിസീസുകളാണ്, മനുഷ്യൻ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. അത് ഉണ്ടാക്കുന്ന ആരായിരിക്കും? പാരസിറ്റിക് ബാക്ടീരിയയാണ്. മനുഷ്യ ശരീരത്തിൽ അതിക്രമിച്ച് കയറി രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ്. കോളറ കാരണമായ ബാക്ടീരിയ വിബ്രിയോ കോളറ, ടൈഫോയിഡിന് കാരണമായ ബാക്ടീരിയ, ന്യൂമോണിയയ്ക്ക് കാരണമായ ബാക്ടീരിയ ന്യൂമോകോക്കസുകൾ, അല്ലെ, ട്യൂബർക്കുലസ് ബാസിലസ്, TB. ഇതെല്ലാം പലതരം പാരസൈറ്റിക് ബാക്ടീരിയയാണ്. ഇത് ജന്തുക്കളിൽ മനുഷ്യരിൽ ഉണ്ടാക്കുകയാണ്. അതുപോലെ സസ്യങ്ങളിലും ബാക്ടീരിയ പാരസിറ്റിക് ആയിട്ട് ഇരുന്നു കൊണ്ട് പലതരത്തിലുള്ള ഡിസീസ് ഉണ്ടാക്കും. അങ്ങനെയുള്ള ഡിസീസിന് ഉദാഹരണമാണ് സിട്രസ് കാങ്കർ. സിട്രസ് കാങ്കർ മീൻസ് നാരങ്ങ ചെടിയിൽ ഉണ്ടാക്കുന്ന രോഗം. ബൈ സാന്തോമോണാസ് സിട്രി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയമാണ് ഈ സിട്രസ് കാങ്കർ എന്നുള്ള അസുഖം ഉണ്ടാക്കുന്നത്. സാന്തോമോണാസ് സിട്രി. അപ്പോൾ സസ്യങ്ങളിലല്ല, മനുഷ്യരിൽ മാത്രമല്ല, ജന്തുക്കളിൽ മാത്രമല്ല ബാക്ടീരിയ, പാരസിറ്റിക് ബാക്ടീരിയ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് പ്ലാന്റ്സിലുണ്ടാക്കുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണ് സിട്രസ് കാങ്കർ. ഈ പാരസൈറ്റ് ആയിട്ട് ബാക്ടീരിയ നമ്മൾ ബോഡി കയറുമ്പോഴാണ് നമുക്ക് ഡിസീസ് രോഗം ഉണ്ടാകുന്നത്. അങ്ങനെ മനുഷ്യരിലുണ്ടാകുന്ന രോഗം ഏതൊക്കെയാണ്? കോളറ, അതിലെ ടൈഫോയിഡ്, ന്യൂമോണിയ, പിന്നെ അതാണ് TB. ഇതെല്ലാം മനുഷ്യരിലുണ്ടാകുന്ന രോഗങ്ങളാണ്, മറന്നു പോകരുത്. ഓക്കെ, കോളറ, ടൈഫോയിഡ്, ഇതുകൂടാതെ വേറെ ടെറ്റനസ്, അല്ലേ, ടെറ്റനസ്, ക്ലോസ്ട്രീഡിയം ടെറ്റാനൈ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ടെറ്റനസിന് കാരണം. ഇതെല്ലാം പാരസിറ്റിക് ബാക്ടീരിയയാണ്. പാരസിറ്റിക് ബാക്ടീരിയ നമുക്ക് പലതരത്തിലുള്ള ഡിസീസ് ഉണ്ടാക്കാം. എന്നാൽ സാപ്രോഫൈറ്റിക് ബാക്ടീരിയ നമുക്ക് പലതരത്തിലുള്ള ഉപകാരങ്ങൾ ചെയ്യുന്നു.
സാപ്രോഫൈറ്റിക് ബാക്ടീരിയ എന്ന ഉപാധികൾ ഏതൊക്കെയാണ്? ഒന്ന്, മിൽക്ക് ഈസ് കൺവേർട്ടഡ് ഇൻടു കർഡ്, പാല് തൈരായിട്ട് മാറുന്നു. ആൻറ്റിബയോട്ടിക്സ്, പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നുണ്ട്. ബാക്ടീരിയയിൽ നിന്നും പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 3, ഡെഡ് ആയിട്ടുള്ള ബോഡീസ് ഡീകമ്പോസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. 4, റൂട്ട് നോഡ്യൂൾസിനകത്ത് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ റൈസോബിയം പോലുള്ള ബാക്ടീരിയ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദോഷങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ഹാംഫുൾ ഇഫക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ബെനിഫിഷ്യൽ ഇഫക്റ്റും ഉണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ആർ ദി ബെനിഫിഷ്യൽ ഇഫക്ട്സ് ഓഫ് ബാക്ടീരിയ? ബാക്ടീരിയയുടെ ഗുണങ്ങൾ ഏവ ഒന്ന് പറഞ്ഞെന്നായിരിക്കും. ഏത് ബാക്ടീരിയ, മിക്കവാറും ഏത് ബാക്ടീരിയയാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്? സാപ്രോഫൈറ്റിക് ബാക്ടീരിയ അഥവാ സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. They are called decomposers. They help in the decomposition of dead and decaying organic matter. 1. 2, milk is converted into curd, പാല് തൈരാകാൻ സഹായിക്കുന്നു. 3, ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്നു ബാക്ടീരിയയിൽ നിന്ന്. 4, ലെഗുമിനസ് പ്ലാന്റിൻ്റെ റൂട്ട് നോഡ്യൂൾസിലുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നു. ബൈ ഫിക്സിംഗ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഇൻറ്റു നൈട്രേറ്റ്, അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ സഹായിക്കുന്നു. ഈ 4 പോയിന്റ് എഴുതണം. ഇനി വാട്ട് ആർ ദി ഹാംഫുൾ ഇഫക്റ്റ് ഓഫ് ബാക്ടീരിയ? മെജോറിറ്റി ഓഫ് ദി പാരസിറ്റിക് ബാക്ടീരിയ ആർ ഹാംഫുൾ to human beings, animals, farm animals and even plants. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും പലതരം അസുഖങ്ങൾ ആരുണ്ടാക്കുന്നു? പാരസിറ്റിക് ബാക്ടീരിയ. എന്താണ് പാരസൈറ്റ്? ജീവികളെ, ജന്തുക്കളെ, ജീവനുള്ളവയെ ആശ്രയിച്ച് വളരുന്ന ബാക്ടീരിയകളെ വിളിക്കുന്ന പേരാണ് പാരസിറ്റിക് ബാക്ടീരിയ. ഈ പാരസിറ്റിക് ബാക്ടീരിയ ജന്തുക്കളിലും സസ്യങ്ങളിലും എന്തുണ്ടാക്കുന്നു? ഡിസീസസ്, മലയാളത്തിൽ പറഞ്ഞാൽ രോഗങ്ങൾ. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും, നെയിം എ ബാക്ടീരിയൽ ഡിസീസ് ഇൻ പ്ലാന്റ്സ്. ഇതൊരു ബോട്ടണി ചാപ്റ്റർ അല്ലേ? പ്ലാന്റിൽ ഉണ്ടാകുന്ന ഒരു സസ്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസിന്റെ പേര് പറയാമോ? ആൻസർ, സിട്രസ് കാങ്കർ. ഏതാണ് സിട്രസ് കാങ്കർ? അത് ഏത് ചെടിയിലാണ് ഉണ്ടാകുന്നത്? നാരങ്ങ ഉണ്ടാകുന്ന, കൊച്ചു നാരങ്ങ ഉണ്ടാകുന്ന, നമ്മൾ ചെറിയ നാരങ്ങ എടുത്ത് നോക്കിയാൽ കറുത്ത പോലെ ഇങ്ങനെ സ്പോട്ട് ഉണ്ടാവും, അതാണ് സിട്രസ് കാങ്കർ. ഇതിനെ കോസ് ചെയ്യുന്ന ബാക്ടീരിയ പേരെന്താണ്? സാന്തോമോണാസ് സിട്രൈ. ഏതാണ്? സാന്തോമോണാസ് സിട്രൈ. അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. അടുത്ത, മനുഷ്യനിൽ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, ന്യൂമോണിയ, TB എന്നിവ ബാക്ടീരിയൽ ഡിസീസുകളാണ്. ഓക്കെ, ബാക്ടീരിയ ഉണ്ടാക്കുന്ന, മനുഷ്യനുണ്ടാക്കുന്ന രോഗങ്ങൾ അറിയാമല്ലോ. ഇനി നമ്മൾ അപ്പോൾ ഇത്രയാണ് ബാക്ടീരിയയെ കുറിച്ച് പറഞ്ഞത്. കിങ്ഡം മൊണറയിലുള്ള ബാക്ടീരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ അടുത്ത പഠിക്കാനുള്ള ആർക്കി ബാക്ടീരിയയെ കുറിച്ചാണ്. ഓക്കെ, ഇതിനകത്ത് ഡൗട്ടുള്ള ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഒരിക്കലും പറയും. Which are required for the purpose of storage and waste accumulation. ആലോചിച്ച് നോക്കണം. ജസ്റ്റ് റിമെമ്പർ 1 minute. The presence of chloroplasts in the plant cell. Chloroplasts are the green-colored, double membrane-bound organelles which carry out photosynthesis for the plant. അപ്പോൾ നമ്മൾ കിങ്ഡം മൊണറയില ബാക്ടീരിയയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഞാൻ അടുത്തതിലേക്ക് കടക്കുന്നില്ല. ഡ്യൂ ടു അൺഫേവറബിൾ കണ്ടീഷൻസ് അല്ലേ, നമുക്ക് ചുറ്റും എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഞാൻ ഇപ്പോൾ പഠിപ്പിച്ച കാര്യം ഒരിക്കലും പറയട്ടെ. ഓക്കെ, ശ്രദ്ധിച്ചോട്ട്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യം ചുരുക്കി പറയുകയാണ്, ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മൾ ഇന്ന് പഠിച്ചത് കിങ്ഡം മൊണറയാണ്. കിങ്ഡം മൊണറയിൽ വരുന്ന ജീവിയാണ് ബാക്ടീരിയ. ഇനി 3 പഠിക്കാനുണ്ട്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മയെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇതിൽ ആദ്യമായിട്ട് പഠിച്ച ജീവിയാണ് ബാക്ടീരിയ. ബാക്ടീരിയ ബഹുവചനം, ഏകവചനം ബാക്ടീരിയ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന മൈക്രോസ്കോപ്പിക്കായിട്ടുള്ള സൂക്ഷ്മജീവിയാണ് ഡാഷ് ബാക്ടീരിയ. ബാക്ടീരിയയെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേര് ബാക്ടീരിയോളജി. ബാക്ടീരിയ കണ്ടെത്തിയത് ആരാണ്? ആൻഡൺ വാൻ ലിവൻ ഹുക്ക്.
അടുത്ത ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ബാക്ടീരിയ എത്ര തരം? 4 തരം. ഗോളാകൃതിയിലുള്ള ബാക്ടീരിയ ഈസ് കാൾഡ് കോക്കൈ. റോഡ് അഥവാ ദണ്ഡാകൃതിയിലുള്ള ബാക്ടീരിയ ഈസ് കാൾഡ് ബാസില്ലൈ. പോമയുടെ ആകൃതിയിലുള്ള ബാക്ടീരിയ ഈസ് കാൾഡ് വിബ്രിയോ. അടുത്ത സ്പൈറലിൻ്റെ ആകൃതിയിലുള്ള ഷേപ്പ് ഈസ് കാൾഡ് സ്പൈറിലി ഓർ സ്പൈറിലം. അതിനുശേഷം നമ്മൾ എപ്പോഴും ബാക്ടീരിയ പറയുമ്പോൾ അവിടെ ഷേപ്പ് അടിസ്ഥാനമാക്കിയേ പറയാറുള്ളൂ. അടുത്ത ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ. ബാക്ടീരിയ റീപ്രൊഡക്ഷൻ എടുത്തൊക്കെ 2 തരം. ഫിഷൻ അഥവാ ബൈനറി ഫിഷനും എൻഡോസ്പോർ ഫോർമേഷനും. ഫിഷൻ മീൻസ് ഒരു ബാക്ടീരിയ 2ആയിട്ട് മുറിയുന്ന പ്രക്രിയ. എൻഡോസ്പോർ മീൻസ് സെല്ലിനകത്ത് പ്രത്യേകതരം റെസിസ്റ്റൻ്റ് സ്പോർ ഉണ്ടാകുന്നത്. ഇതുകൂടാതെ ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന പ്രിമിറ്റീവ് സെക്ഷൽ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്, സിലബസിൽ പഠിക്കേണ്ട. അതിനുശേഷം നമ്മൾ ന്യൂട്രീഷൻ പഠിച്ചു ബാക്ടീരിയയുടെ. അവ ഓട്ടോട്രോപ്പും ഉണ്ട്, ഹെട്രോട്രോപ്പും ഉണ്ട്. ഓട്ടോട്രോപ്പിക് ബാക്ടീരിയ ക്യാൻ ബി പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽ. അത് തന്നെ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, കീമോസിന്തറ്റിക് ബാക്ടീരിയ ഉണ്ട്. ഏറ്റവും കൂടുതൽ ലോകത്ത് കാണപ്പെടുന്ന ബാക്ടീരിയ ഹെട്രോട്രോപ്പിക് ബാക്ടീരിയ. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. സാപ്രോഫൈറ്റിക് ബാക്ടീരിയ ഗുണഗണങ്ങൾ എന്തെല്ലാം? 1, ദേ ആർ കാൾഡ് ഡീകമ്പോസേഴ്സ്. ദേ ക്യാൻ ഡീകേ ഓർഗാനിക് മാറ്റർ. 2, കൺവെർട്ട് മിൽക്ക് ഇൻ ടു കർഡ്, ഹെൽപ്പ് ഇൻ ആൻറ്റിബയോട്ടിക് പ്രൊഡക്ഷൻ. 4, ലെഗുമിനസ് പ്ലാന്റ് റൂട്ട് നോഡ്യൂൾസിലുള്ള റൈസോവിയം പോലുള്ള സിംബയോട്ടിക് ബാക്ടീരിയയ്ക്ക് അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റാൻ കഴിയും. അടുത്ത ഹെട്രോട്രോപ്പിക് ബാക്ടീരിയയിൽ പാരസൈറ്റിക് ബാക്ടീരിയ പലതരം ഡിസീസുകൾ പ്ലാന്റ്സിലും അനിമൽസിലും ഉണ്ടാക്കുന്നു. മനുഷ്യനിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസ്, പാരസൈറ്റിക് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസുകൾ ഏവ എന്ന് ചോദിച്ചാൽ കോളറ, ടെറ്റനസ്, ടൈഫോയിഡ്, ന്യൂമോണിയ, TB. അടുത്ത പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസിൻ്റെ പേര് പറയാമോ? സിട്രസ് കാങ്കർ. ഏതാണ്? സിട്രസ് കാങ്കർ. കോസ്ഡ് ബൈ സാന്തോമോണാസ് സിട്രൈ. പുസ്തകത്തിലില്ല. ഇതിന് കാരണം ആരാണ്? സാന്തോമോണാസ് സിട്രി. ഈ ബാക്ടീരിയ സാന്തോമോണാസ് സിട്രി. ഇതുകൂടെ വേറെ ഡിസീസ് ആണെങ്കിൽ എന്താണ്? ബാക്ടീരിയൽ ബ്ലൈറ്റ് ഇൻ പാഡി. ഇല്ല, ബാക്ടീരിയൽ ബ്ലൈറ്റ് ഇൻ പാഡി, നെല്ലിലുണ്ടാക്കുന്ന രോഗം. ഇതെല്ലാം പലതരത്തിലുള്ള ബാക്ടീരിയൽ ഡിസീസുകളാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്രോ. ഇത് ഒരു ക്ലാസ് ഞങ്ങൾക്ക് തീരും. ഡൗട്ട് എല്ലാം ഉണ്ടോ നോക്കണം. എനി ഡൗട്ടുള്ളവരൊക്കെ ചോദിക്കണം, വെറുതെ കയറി ഇരിക്കരുത്. ഓക്കെ, ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്രത്യേക